ഉഭയകക്ഷി സമ്മതപ്രകാരം ഇടയിൽ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഭാഷ ഒന്ന് നന്നാക്കിയതാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. നാട്ടുകാരറിഞ്ഞ് ചോറും കൊടുത്ത് നേരായ മാർഗത്തിൽ പറ്റൂല എന്നേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ഒരു പോക്കാണ്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ മൗനമാണ് ഇതിന് കാരണം. സോഷ്യൽ എംപവർമെൻറ്റ്, സാമൂഹിക ശാക്തീകരണം എന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഇടപെടലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടപെടൽ കുറഞ്ഞു എന്നതാണ് ഇതിൻ്റെ കാരണം. തെറ്റായ രീതിയിലുള്ള നയങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടപെടൽ കുറയുമ്പോഴ. പോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മുലപ്പാൽ കമ്മിയാവുന്നത്. അപ്പോൾ ആദം അലൈഹിസ്സലാം ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് പഴവർഗ്ഗത്തോടു കൂടിയാണ്. അതിൽ പ്രധാനം അത്തിപ്പഴത്തിനാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ നിർദ്ദേശിക്കാറുണ്ട്, നമ്മളൊരു കുട്ടിക്ക് നമ്മുടെ സമൂഹത്തിലൊരു കുട്ടിക്ക് ഉമ്മാൻ്റെ മുലപ്പാൽ കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടിക്ക് പ്രതിരോധ ശേഷി തീർച്ചയായും തെറ്റും. മരിക്കണത് വരെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഈ കുട്ടിയിൽ വരും. അപ്പോൾ എന്തപ്പോൾ ഇവിടെ ഒരു പരിഹാരം? തിബ് നബവി പറയണത് ഈ കുട്ടിക്ക് ഒരു 10-40 ദിവസം, പിന്നീട് പഴങ്ങളും മറ്റൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു 2 വയസ്സോ അല്ലെങ്കിൽ 1 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്തിപ്പഴം സ്ഥിരമായി 1-2 കുഞ്ഞുങ്ങളിൽ കൊടുത്താൽ മുലപ്പാൽ കുടിക്കാത്തത് കാരണമുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കും. ഒരു പരിധിവരെ എന്നല്ല, നല്ലൊരു ശതമാനവും പരിഹരിക്കും. മനസ്സിലാക്കണം. അപ്പോൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പഴത്തെയാണ്. ഇപ്പം വെളിയങ്കോട് ഉമർ ഖാദിയെ പറഞ്ഞതുകൊണ്ട് ഈ സാഹസത്തിൽ ഞാൻ നാട്ടിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിലൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ പഴങ്ങൾ കഴിക്കണം. പ്രത്യേകിച്ചും രാവിലെ 10 ഈത്തപ്പഴമൊക്കെ കഴിക്കാൻ പറ്റുന്ന ആൾ പിറ്റേന്ന് രാവിലെ വരെ മറ്റൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കൊന്നും വരില്ല എന്നാണ്. പക്ഷേ വെളിയങ്കോട് തങ്ങൾ പറഞ്ഞത് 10 ഈത്തപ്പഴവും 2 പഴുത്ത തൊലികറുത്ത നേന്ത്രപ്പഴവും 1 ഗ്ലാസ് പശുവും പാലുമാണ്. നമുക്കത് കിട്ടില്ല. ഞാൻ എന്നാലും നിങ്ങൾ നാട്ടിൽ പോയാൽ പറ്റുമെങ്കിൽ ചെയ്തോളി. ചില കാര്യങ്ങൾ ഒരു 40 ദിവസമെങ്കിലും ഒരു കൊല്ലത്തിൽ തുടർച്ചയായി ചെയ്താൽ അതിൻ്റെ ഗുണം കുറേ കാലം നീണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് 40 ദിവസമെങ്കിലും ചെയ്യണം. നമ്മളിപ്പോൾ ചില ആൾ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ എന്തെങ്കിലും പഴമോ പച്ചക്കറിയോ കഴിക്കാൻ പറയും, 1-2 തവണ കഴിക്കും, പിന്നെ കഴിക്കൂല. 1-2 തവണ കഴിക്കും, പിന്നെ കഴിക്കില്ല. കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. പ്രത്യേകിച്ചും എല്ല് തേയ്മാനം കൂടിയ കാലഘട്ടത്തിൽ ജിദ്ദയിലൊക്കെ നിന്നിട്ട് എല്ല് തേയ്മാനം കൂടുതലാണെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഈത്തപ്പഴം കിട്ടുന്ന നാടായത്. ഈത്തപ്പഴം കിട്ടുന്ന ഷുഗറാണ് എന്ന തെറ്റിദ്ധാരണയാണ്. ഷുഗർ ഇവിടെ ഉണ്ടാക്കുന്ന കുബൂസാണ്. ഹുബസിൽ നിന്ന് കുബൂസിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ഹുബസ് മസ്തിഷ്കത്തിനും ഹൃദയത്തിനും ശക്തി നൽകുന്നതാണ്. കുബൂസിലെത്തുമ്പോഴത്തേക്കും അത് ബുദ്ധൂസാക്കി മാറ്റാണ് മനുഷ്യനെ. കുബൂസ് വാങ്ങിക്കോളൂ നിങ്ങൾ, ഗോതമ്പിൻ്റെ കുബൂസ് കിട്ടുമെങ്കിൽ. കേരളത്തിൽ പ്രമേഹം വർദ്ധിപ്പിച്ച മെയ്തയാണ്. നിങ്ങൾക്കറിയാലോ, ആ പഠനം കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ ആ പഠനം? കേരളത്തിൽ പ്രമേഹ രോഗികളെ ഉണ്ടാക്കിയത് മൈദയാണ്, ബേക്കറി ഫുഡ്സാണ്. ഈത്തപ്പഴം കഴിച്ചിട്ട് ആർക്കും ഷുഗർ കൂടില്ല. എൻ്റെ ഉപ്പ പിന്നെ ഇപ്പോൾ ഇവർക്കൊക്കെ അറിയുന്നതാണ്, നമ്മുടെ അരിപ്പാമ്പറക്കൊക്കെ അറിയുന്നതാണ്. അഷ്റഫിനും അറിയാലോ അല്ലേ? അപ്പോൾ പിന്നെ കുറേ കാലങ്ങളായി ഷുഗറുള്ള മധുരമുള്ള ചായ കുടിക്കും, ഈത്തപ്പഴം തിന്നും. ഞാൻ ഇടയ്ക്കിടെ ഉമ്രക്ക് വരുന്ന ആളാണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടുപോകണം ഈത്തപ്പഴം എൻ്റെ ഉപ്പയാണ് കഴിക്കണത്. ഷുഗർ കൂടല്ല. ഷുഗർ കൂടുന്നത് കൊഴുപ്പുള്ള ഭക്ഷണം കൊണ്ട്, മൈദ കൊണ്ട്, ബേക്കറി ഫുഡുകൾ കൊണ്ട്, പെട്ടെന്ന് ശരീരത്തിന് ഉദ്ദീപനം നൽകുന്ന പാനീയം, 7up, കൊക്കക്കോള, മെറിൻഡ, ഈ റെഡ് ബുൾ പോലത്തെ പെട്ടെന്ന് ശരീരത്തെ എനർജറ്റിക് ആക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടാണ് ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലാതെ ഈത്തപ്പഴം കൊണ്ട് വരില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വീട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ 65% സ്ത്രീകളും അനീമിയ രോഗം നേരിടുന്നവരാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ ഭാര്യമാരൊക്കെ ആരോഗ്യത്തോടെ നിൽക്കണം, രക്തമുള്ള ശരീരം ഉണ്ടാവണം അല്ലേ, സൗന്ദര്യമുള്ള ശരീരമൊക്കെ ഉണ്ടാവണമെങ്കിൽ അവരിൽ അനീമിയ ഇല്ലാണ്ടാണ്. പ്രസവം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും അനീമിയ രോഗത്തിന് അടിമയാണ് നാട്ടിൽ. പ്രസവം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും നാട്ടിൽ അനീമിയ രോഗികളാണ്. അനീമിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വിളർച്ച രോഗം. അപ്പം പിന്നെ ഈത്തപ്പഴം, തൊലി നന്നായി കറുത്ത പഴുത്ത നേന്ത്രപ്പഴം. നമ്മളെ നാട്ടിൽ ആരും അത് വാങ്ങൂല, കച്ചവടക്കാരൻ പശുവിനെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ അല്ലേ, പശുവിനെ കൊടുക്കുക. അതുകൊണ്ട് പശുവിന് മുട്ടുവേദനയും ഇല്ല, നടുവേദനയും ഇല്ല, എപ്പോഴും ഉഷാറാ മൂപ്പര്. എന്തപ്പോൾ കാട്ടുക? വെളിയങ്കോട് തങ്ങളെന്താ പറഞ്ഞത്? തൊലി കറുക്കണം നേന്ത്രപ്പഴത്തിൻ്റെ. നമ്മളത് വാങ്ങൂല. അഥവാ കച്ചവടക്കാരൻ അറിയാണ്ട് ഒന്ന് അപ്പുറം പോയിക്കോട്ടെ, എനിക്ക് അപ്പുറം കൊടുത്തല്ലേ, മുതലെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ നിങ്ങളെന്ത് പണിയെടുക്കണം? ആ പച്ചയും കെടുക്കും. ഞാനേതായാലും ഇങ്ങനെ ആരോഗ്യപരമായി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ, നടക്കട്ടെ എന്ന്. എന്നിട്ട് അത് പെണ്ണുങ്ങൾ കൊണ്ടുപോയി വെള്ളത്തിൽ പുഴുങ്ങി അരച്ചിട്ട് പരത്തി വെളിച്ചെണ്ണയിലിട്ട് ഉള്ള ഗുണം തെച്ചും കളഞ്ഞ് ഉന്നക്കായി എന്ന് പറഞ്ഞിട്ട് കണ്ണൂരെ പുതിയാപ്പിളക്ക് കൊടുക്കും. ഓൻ അവസാനം ഒരു ഉന്നക്കായി ആയിട്ട് മാറി. ഇതാണ് കണ്ണ്. നല്ല മലപ്പുറക്കാർക്ക് കിട്ടായിട്ടാണ്, കിട്ടുമെങ്കിൽ അവരടിക്കും. അത് ഞാൻ മനസ്സിലായില്ലേ? കിട്ടാഞ്ഞിട്ടാണ്. പോട്ടെ, സാരില്ല, നമ്മൾ ദേശം പറയണ്ട. ഞാൻ ഇടയ്ക്കൊരു മനസ്സ് വേഗം ഡ്രൈ ആകുന്ന സമയം ഇടയ്ക്ക് തമാശ പറയുന്നത് അതുകൊണ്ടാട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മനസ്സിന് വല്ലാണ്ട് ശ്രദ്ധ കിട്ടൂല. പിന്നെ നമ്മൾ മജ്ലിസിനൂറൊക്കെ ചൊല്ലി ഇരിക്കണ സമയമായതുകൊണ്ട് അൽഹംദുലില്ലാ
കാരണം അങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ, അങ്ങനെ ചില സമയം സാഹചര്യങ്ങളൊക്കെ വിഷയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എപ്പോഴും ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം. വ്യത്യസ്ത രുചികളുള്ള പഴങ്ങൾ ഒന്നിച്ച് കഴിക്കാതിരിക്കണം. ഗൾഫ് രാജ്യത്ത് കാണുന്ന ഒരു പ്രശ്നം അതാണ്, പല രുചികളും ഒന്നിച്ച് കഴിക്കുന്നു. ഞാൻ കണ്ടൊരു കാര്യം പറയാണ്. പുളിയും പഴത്തിൽ തന്നെ മധുരമുള്ള പഴമുണ്ട്, പുളിയുള്ള പഴമില്ലേ. മധുരമുള്ള പഴവും പുളിയുള്ള പഴവും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. ഇവിടെ കാണുന്നത് എല്ലാം കൂടി എന്നാൽ മുഷക്കൽ അല്ലേ, ജ്യൂസ് മുഷക്കൽ. ഇവിടെ ശരിക്കും അസീർ കുടിച്ചാൽ കിഡ്നി രോഗം വരും. കൂൾബാറുകളും ഇതൊക്കെ വന്നു തന്നെയാണ് കിഡ്നി രോഗം കൂടിയത്. നിങ്ങൾക്ക് ഒരാളെ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, മൂപ്പറ നേരിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ പ്രശ്നം. ഡെയിലി ജ്യൂസും പിന്നെ നിങ്ങൾ ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുപോയിട്ട് മനുഷ്യന്മാരെ നട്ടൽ കലക്കുന്ന ആ സാധനത്തിൻ്റെ പേരെന്താ ഇടുക? യെസ്, അതന്നെ ടാങ്ക്. ഇതും കൊടുത്താൽ മതി. ഒരാളോട് നേരിട്ട് യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അവനെ സ്നേഹിച്ച് നക്കിക്കൊല്ലുക. വാടോ പിരിച്ചത്തിൽ വിളിച്ചിട്ടേ ഡെയിലി ജ്യൂസ് കൊടുക്കുക. ഡെയിലി ജ്യൂസ് തന്നെ ഓനും വിചാരിക്കും ഇച്ചങ്ങായിക്ക് എന്താ പറ്റിയെന്ന്. ഒന്നുമില്ല, നീ കുറച്ച് കഴിഞ്ഞാൽ സമാധാനമായിക്കോളൂ. എങ്ങനെയുണ്ട് എളുപ്പ വഴി? പിന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്നവർ ലേശ ടാങ്കോ നിഡോയോ ഇട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ശ്വാസകോശത്തിന് കംപ്ലയിൻറ്റ് വന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ക്ലിയറായി. ഒരു മനുഷ്യൻ തളരാന്ന് പറയാൻ ശ്വാസകോശത്തിന് തകർച്ച വരുത്താണല്ലോ. ശ്വാസമാണല്ലോ ഒരു മനുഷ്യൻ്റെ ശക്തി. ശ്വാസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയലാണ് ഒരു മനുഷ്യൻ്റെ ശക്തി. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിൽ ആരോഗ്യം ഇസ്ലാം പറഞ്ഞത്. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് ശ്വാസത്തെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വയറ് നിറയെ ഭക്ഷണം കഴിയുന്നവൻ അവൻ്റെ ശ്വാസത്തെ നന്നായി ഉപയോഗിക്കാൻ കഴിയില്ല. നോമ്പിനെന്താ പകല് റാഹത്ത്, എന്നിട്ട് നോമ്പ് മുറിച്ച് വന്നിട്ട് പറയണം വല്ലാത്ത ക്ഷീണം തന്നെയാണ്. പൂത്തിനർത്തിട്ടാരും വരിക ചങ്ങായി. പകല് നല്ല റാഹത്താണ്, എന്നിട്ട് രാത്രി എന്താ പറയണത്? നോമ്പ് മുറിച്ചാലാ ക്ഷീണം. നിങ്ങളങ്ങനെ പറയാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ ശ്വാസം. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയാം, അതിനെക്കുറിച്ചുള്ള ഭാഗത്തേക്ക് നമുക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇത് രണ്ടിലും അമിതം വരാതിരിക്കുക. എന്തു ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എന്തു കുടിക്കണം, എങ്ങനെ കുടിക്കണം, ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന ഭാഗം. എന്ത് തിന്നണം എന്നിടത്താണ് ഞാൻ പറഞ്ഞു വന്നത്. പഴങ്ങൾക്ക് ഭക്ഷണത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. പഴങ്ങൾക്ക് ഭക്ഷണത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മളത് അങ്ങനെ ഒരു വിഷയം കൊടുക്കണില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കഴിച്ചാലായി. ഭക്ഷണം കഴിച്ചാൽ കഴിക്കാൻ പറ്റുന്ന പഴം ഈത്തപ്പഴവും ഉറുമാമ്പഴവും ആപ്പിൾ പോലത്താണ്. വത്തക്ക പറ്റില്ല, അതാപ്പം എല്ലാവരും കൂടുതൽ തിന്നുക. ഭക്ഷണം കഴിച്ചാലാണ് വത്തക്ക മുറിക്കുക തന്നെ ചെയ്യണത്. യുഫ്സിദു തആമ, അത് ഭക്ഷണത്തെ ഫസാദാക്കും, ഭക്ഷണത്തിൻ്റെ ഗുണത്തെ ശരീരത്തിന് നൽകുന്നതിൽ നിന്ന് തടയും. ആര്? ബിത്തീഹ്, വത്തക്ക. മനസ്സിലായിട്ടില്ല? അപ്പോൾ ചില സ്ഥലത്തൊക്കെ വിരുന്ന് പോയാലും വത്തക്കയും പൈനാപ്പിളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ച് പൊതി ആകുമ്പോഴേ ഇത് കാണുക. പിന്നെ ഇതിങ്ങനെ ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് തിന്നാൻ പറ്റൂലല്ലോ. തിന്നിട്ട് ഗുണമില്ല എന്ന് മാത്രമല്ല, ദോഷമുണ്ടെന്ന്. എല്ലാം കൂടി ക്ലാസ് കേട്ടിട്ട് ബുദ്ധിമുട്ടാവോ? എല്ലാം ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയാവും. മാറ്റം വരുത്തിയാൽ മതി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശൈലിയിലെ മാറ്റമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ശൈലിയുടെ പേരാണ്. മനുഷ്യ സമൂഹത്തിൽ തെറ്റായ ശൈലി, ശരിയായ ശൈലി, എല്ലാത്തിലെയും ശരിയായ ശൈലിയുടെ പേരാണ് ഇസ്ലാം. അപ്പം ദഹനം വേഗത്തിലാക്കുന്ന പഴവർഗ്ഗങ്ങൾ എപ്പോൾ കഴിക്കരുത്? ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കരുത്. ഭക്ഷണത്തിന് ദഹിക്കാൻ 4 മണിക്കൂർ വേണം. എന്തിനപ്പോൾ വേഗം ദഹിപ്പിക്കണത്? ചില വമ്പന്മാർ ഡയലോഗ്, ദഹിക്കാൻ നല്ലതാണ് കഴിച്ചോളീൻ. എന്തിനപ്പോൾ വേഗം ദഹിക്കണത്? അതിനൊരു സമയമുണ്ടല്ലോ. ബാങ്കല്ലേ കൊടുക്കണം? ഇതെന്താ പിന്നെ ഇടയ്ക്കിടെ ബാങ്ക് കേൾക്കണേ എനിക്ക്? ശരി, സാറില്ല. അല്ല, ചില സമയത്തുണ്ട് മൊബൈൽ വെറുതെ ബെല്ലടിച്ചോ എന്ന് തോന്നുക. കാരണം ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു മാനിയാണത്. ആരോ വിളിച്ചിനോ നോക്കിയിട്ട് ഒന്നും വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്കിത് എന്താണെന്നറിയില്ല, ബാങ്ക് കൊടുത്തോ എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കും. ആയിട്ടില്ലല്ലേ? ഓക്കെ, സാറില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു വിഷയം മനസ്സിലായല്ലോ. ഭക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭക്ഷണം കഴിച്ചാൽ എന്ത് ഗുണം കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇതെന്താണ് എന്ന് ചോദിക്കും. ഒരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോയതാണ്. വലിയ സംഭവമാണ്, കാര്യമായൊരു സംഭവമാണ്. പ്രത്യേകിച്ചും നമ്മളെല്ലാവർക്കും വലിയ പാഠമുള്ളൊരു വിഷയമാണ്. അങ്ങനെ ആ വീട്ടുകാരത്തി ഒട്ടകത്തിൻ്റെ എല്ലും ഗോതമ്പും ഒക്കെ കൂടി ചേർത്ത് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി. നമ്മൾ അലിസ എന്ന് പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുപ്രയിൽ ഇരിക്കുന്നിടത്ത് അത് കൊണ്ടുവച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ നേരം അത് കഴിച്ചില്ല. കഴിക്കാതിരുന്നപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വിഷമം, എന്തപ്പോൾ കഴിക്കാത്ത റസൂലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിൻ്റെ ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന്. അപ്പോൾ ചോദിച്ചു, എന്തേ ബർക്കത്തില്ലാത്തത്? ഇതിൽ ഭയങ്കര ചൂടുണ്ട്, ചൂട് കാരണം ആവി പറക്കുന്നുണ്ട്. രാവിലെ തന്നെ ചൂടുള്ള ചായ കുടിക്കണം, നിങ്ങൾ കേട്ടോളി.